ഹലോ. ജെയ്മെയിൻ 2025 സെഷൻ 2 എക്സാമിനേഷൻ ഏപ്രിൽ സെഷൻ നാളെ ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. ഏപ്രിൽ 2, 3, 4 അതേപോലെ 7, 8, 9 തീയതികളാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ബിടെക് എക്സാമിനേഷൻ ജെയ്മെയിൻസിന്റെ ബിടെക് എക്സാമിനേഷൻ ഉണ്ടാവുക 2, 3, 4 അതോടൊപ്പം തന്നെ 7, 8 തീയതികളിലാണ്. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഫൈനൽ സ്റ്റേജും പൂർത്തിയാക്കി നിങ്ങൾ എക്സാം നേരിടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. മൊത്തം 9 ഷിഫ്റ്റുകളിലായിട്ടാണ് സെഷൻ 2 എക്സാമിനേഷൻ ഉണ്ടാവുക. സെഷൻ 1 എക്സാമിനേഷനിൽ 10 ഷിഫ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യത്യാസമാണത്. സെക്കൻഡ് സെഷൻ എഴുതുന്ന സമയത്ത് ആകെ 9 ഷിഫ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് സെഷൻ എഴുതുന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും സെഷൻ 1 എക്സാമിനേഷൻ എഴുതിയ ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജെയ്മെയിൻസ് എക്സാമിനേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ധാരണ, ഈ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഈ എക്സാം ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സെഷൻ 1 എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം സെഷൻ 2 എക്സാമിനേഷനിലേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എഴുതിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഒരുപാട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പുതിയ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നുകൂടെ സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസ് ആദ്യം ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എത്രയാണ്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതുണ്ട്, എത്ര സമയം നീക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ നല്ല ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും. കഴിഞ്ഞ സെഷൻ 1 എക്സാം റിസൾട്ടിന് ശേഷം വന്നിട്ടുള്ള സ്കോറുകൾ പരിശോധിച്ചാൽ ഒരു 99% 98% കിട്ടാൻ ആവശ്യമായിട്ടുള്ള സ്കോർ എത്രയാണെന്നും അതെങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും കണ്ടെത്തേണ്ടതെന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും. ഈ പറഞ്ഞ എക്സാമിനേഷൻ പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ വീഴ്ചയില്ലാതെ, ടെൻഷൻ അടിക്കാതെ, സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ സെഷൻ 1 സ്കോറിനെക്കാളും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്കോർ, നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് സെക്കൻഡ് സെഷനിൽ എത്താൻ സാധിക്കും. ജെയ്മെയിൻസിന്റെ സെഷൻ 1 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും റിസൾട്ടുകളും സ്കോറുകളും പെർസെന്റേജുകളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വളരെ എളുപ്പമുള്ള ഒരു കാര്യം, ജെയ്മെയിൻസ് എക്സാമിനേഷന് നിങ്ങളുടെ സബ്ജക്ട് നോളജ്, അതേപോലെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എക്സാം മാനേജ്മെന്റും. ഈ എക്സാം മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആൻസർ ചെയ്യും, ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കും, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സമയം ഓരോ ക്വസ്റ്റ്യനിലും ഒരുപാട് സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ എക്സാം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള അവസാന മണിക്കൂറുകളിൽ കഴിയുന്നു നിങ്ങൾ സ്വയം പ്രഷറൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റേ ഇൻ എ പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡ്. പലപ്പോഴും കുട്ടികൾ ഈ എക്സാമിനേഷൻ്റെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അവർക്ക് 1-2 കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതിനെ പറ്റി ഒരുപാട് വേവലാതിപ്പെടാറുണ്ട്. ഒരുപാട് ടെൻഷൻ അടിക്കാനും സ്ട്രെസ്ഡ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പ്ലീസ് റിമെമ്പർ ദാറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഫോക്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് യു നോ ആൻഡ് പ്ലീസ് ഫർഗെറ്റ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് യു ഡോണ്ട് നോ. കാരണം എൻറ്റയർ സിലബസിനെ കവർ ചെയ്യുന്ന ഒരു വലിയ റേഞ്ച് ഓഫ് ടോപ്പിക്സ് നിന്ന് 75 ചോദ്യങ്ങളാണ് നാളെ എക്സാമിനേഷന് വരിക. പലപ്പോഴും നിങ്ങൾക്ക് 1-2 ടോപ്പിക്കുകൾ അറിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കോറിനെ അത് ബാധിക്കാൻ പോലും പോകുന്നില്ല. പക്ഷേ അതിനെ ചൊല്ലിയുള്ള വേവലാതി നിങ്ങളുടെ സ്കോർ കുറച്ചേക്കാം. അതുകൊണ്ട് പ്ലീസ് ഫർഗെറ്റ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് യു ഡോണ്ട് നോ ആൻഡ് ഫോക്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് യു നോ. ജെയ്മെയിൻസ് 2025 സെഷൻ 2 എക്സാമിനേഷൻ വളരെ ഫിയർലെസ്സും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും എഴുതാൻ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ടായ എക്സാമിനേഷനിൽ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഫ്രം ദി എൻറ്റയർ റേസ് ഫാമിലി ആൻഡ് ദി IIT ഡിവിഷൻ അറ്റ് റേസ്, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.